പറവൂർക്കാരായ ശ്യാംരാജുവും ലൈജുവും പിന്നെ എന്റെ ജന്മസ്ഥലമായ നെട്ടൂരിൽ നിന്നുള്ള നിക്സനും അവർ 3 പേര് ഒരുമിച്ച് ചേർന്നാണ് പോകുന്നത് എന്നുള്ളത് അവരെ ഏറ്റവും സന്തോഷഭരിതനാക്കുന്നത് എന്നെയാണ്. ഇതൊരു വലിയ മെസ്സേജാണ്. അതായത് ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകണം. ഇപ്പോഴത്തെ തലമുറ നമ്മുടെ മയക്കുമരുന്നിലേക്കെല്ലാം ആകർഷിക്കപ്പെടുന്ന ഒരു കാലത്ത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പര്യടനം. സാഹസികമായ യാത്രയാണ്. അത് ഏറ്റെടുത്ത എന്റെ 3 കൊച്ചനുജന്മാരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ നാടിന് മുഴുവൻ അഭിമാനമായിട്ടാണ് അവർ ഈ യാത്ര തിരിക്കുന്നത്. അവരുടെ യാത്രയുടെ സന്ദേശം ഈ ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അവരുടെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തതായി പ്രഖ്യാപിച്ചു. ഞങ്ങളെ സൈക്കിൾ ചവിട്ടി പോരുന്ന സമയത്ത് ഒരു അമ്പലത്തിൽ കയറി. അപ്പോൾ അത് ബിഗ് ടെമ്പിൾ എന്നാണ് പറയുന്നത്, ബൃഹദേശ്വര ടെമ്പിൾ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരുപാട് ചരിത്രമുണ്ട്. ഇത് ഞങ്ങൾ കയറിയിട്ട് ഇതിൻ്റെ അകമൊക്കെ കയറി കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്യാമ് വിവരിക്കും. ശ്യാമ, ഇതിൻ്റെ ചരിത്രം ഒന്നൊന്ന് വിവരിച്ചേ. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ചോള ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ച ഒരു അമ്പലമാണിത്. ഇതിൻ്റെ പേര് ബിഗ് ടെമ്പിളാണ്. ശരിക്കും അന്നത്തെ പേര് ബൃഹദീശ്വര ടെമ്പിൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് ആക്ച്വലി ഉള്ളതിൻ്റെ 4/1 ഭാഗമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം പല പല ആക്രമണങ്ങളിലും എല്ലാം നഷ്ടപ്പെട്ട് അതിൻ്റെ ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അന്ന് അവരുടെ ഇന്ത്യ മുഴുവനും ഭരിച്ച് ഇന്ത്യയിൽ പുറത്തുള്ള പല രാജ്യങ്ങളും, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഭരിച്ചിട്ട് അവിടെ നിന്നുള്ള ടാക്സും ട്രഷറുകളും, അതായത് സ്വർണം, രത്നങ്ങളെല്ലാം സൂക്ഷിച്ചത് ഇതിനകത്താണ്. അപ്പോൾ ഈ പല ആക്രമണങ്ങളിലും ഈ സ്വർണ്ണങ്ങളൊക്കെ കവരാൻ വേണ്ടിയുള്ള ആക്രമണങ്ങളിലൊക്കെ ഈ അമ്പലത്തിന് കേടുപാടും ക്ഷതങ്ങളും പറ്റിയിട്ടുണ്ട്. എന്നിട്ട് യുനെസ്കോ പൈതൃക പദ്ധതിയിൽ പെടുത്തിയിട്ട് റീബിൽഡ് ചെയ്ത് നിലനിർത്തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അകത്ത കാഴ്ചകൾ കാണാം. കണ്ടാലും തീരാത്ത ഒരു കാഴ്ച ആയിക്കോട്ടെ. എന്തായാലും ഇവിടെ കയറിയത് ഭയങ്കര ഒരു അനുഭവമായിപ്പോയി അല്ലേ ചേട്ടാ? കയറിയത് ഭയങ്കര ഒരു അനുഭവം ഇവിടെ ചേട്ടാ. ഇവിടെ ഇവിടെ പ്രാവുകളും എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തുള്ളത് പോലെയൊക്കെ തന്നെ. ഇതെല്ലാം ഒരു ഇടനാഴികളാണ്, ഈ കൽത്തൂണുകൾ പോലെ. ഇതിൻ്റെ 2 വശത്തും ഇതുപോലെ ഈ കല്ലിൽ ഇങ്ങനെ എഴുതി കൊത്തി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് സ്ഥലങ്ങളിലും. അപ്പോൾ അത് നമുക്ക് വായിക്കാൻ പറ്റില്ല. ഇവിടെ പലരും കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ നീളത്തിൽ കിടക്കണേ കംപ്ലീറ്റ്. ഇത് ഒറ്റ കല്ലുകൊണ്ടുള്ള തൂണുകളാണ് ഇതിലെല്ലാം കാണുന്നതെല്ലാം. ഇതെല്ലാം കുത്തി ഉണ്ടാക്കിക്കണം. കണ്ടാലും ഇങ്ങനെ തീരാത്ത ഇങ്ങനെ കിടക്കുക. ഒത്തിരി സഞ്ചാരികൾ, ഒത്തിരി തീർത്ഥാടകരെല്ലാം വന്ന് ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇതിൽ ശിവലിംഗത്തിൻ്റെ ഓരോരോ മാതൃക ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവുള്ളൂ. ലെനിൻ ചേട്ടൻ്റെ ശ്യാമും കൂടി വർത്താനം പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് നടക്കേണ്ട നല്ല തൂണുകളൊക്കെ കണ്ട്. ഇത് കരിങ്കല്ല് പാളി ഇങ്ങനെ അടുക്കി വെച്ചിട്ടൊരു സീലിംഗാണ്. ഇത്ര വർഷമായിട്ടും ഒരു ചോർച്ച പോലും ഇല്ലെന്നാണ് പറഞ്ഞത്. അതിനകത്തൊക്കെ ഒത്തിരി തൂണുകളാണിത്. മൊത്തം കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന തൂണുകളാണ്. ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കട്ട വിരിക്കുന്ന ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്.